ഒരാഴ്ച മുന്നേ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നാട്ടിലോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ കുറേ അന്ന് തൊട്ടേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. അതൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഒരു ടൈം കിട്ടിയത് കേട്ടോ. അങ്ങനെ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു നാട്ടിൽ പോക്കായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ വലിയ ബാഗും കാര്യങ്ങളൊന്നും എടുത്തില്ല. അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്ത് ഞാനും അമ്മേൻ്റെ അകത്ത് വണ്ടിക്കാണ് കയറിയത്. സാധാരണ ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് രാത്രിയാണ് വരുന്നത്. അതാണ് ഏറ്റവും സുഖം. അപ്പം രാവിലെയും പകലൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഭയങ്കരമായിട്ട് മടുപ്പ് വരും. അപ്പോൾ ആമയെ കൊണ്ട് ഞാൻ ഇതുപോലെ ചെറുതിൽ കുട്ടിയിലുള്ള സമയത്തേ ഇതുപോലെ ട്രെയിനിൽ വരുന്നതുകൊണ്ട് തന്നെ അവളെ ബോറടിപ്പിക്കാതെ നാട്ടിലെത്തിക്കുക എന്നുള്ളത് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ അത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. അതായത് പിള്ളേർക്ക് പെട്ടെന്ന് തന്നെ മടുക്കും ഇങ്ങനെ ചൂടത്ത് ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിള്ളേർക്ക് മാത്രമല്ല നമുക്കായാലും. അങ്ങനെ നമ്മൾ രാവിലെ പുലർച്ചക്കത്തെ വണ്ടിയിലാണ് കയറിയത്. വൈകുന്നേരം ഒരു 6 മണിക്കാണ് നാട്ടിലെത്തിയത് കേട്ടോ. അങ്ങനെ നമ്മളിതാ ബസ്സിലേക്ക് കയറി, ഓട്ടോയിൽ കയറി, വീട്ടിലെത്തി. ഇപ്രാവശ്യത്തെ വരവിനൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകതയല്ല, വരേണ്ടതായിട്ടുള്ളൊരു കാരണം ഉണ്ടായിരുന്നു. അമ്മ ചെറുതായിട്ടൊന്ന് വീണിട്ട് കാല് പൊട്ടിയിട്ട് ഒന്ന് റെസ്റ്റിലാണുള്ളത് കേട്ടോ. അപ്പോൾ അതോടെ അമ്മേനെയും കൂടി ഒന്ന് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് വന്നത്. നാട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് പൂരാണ് എന്നുള്ളത്. നമ്മുടെ കണ്ണൂർ ഭാഗത്ത്, നമ്മുടെ കണ്ണൂർക്കാരുടെ ഇടയിൽ ഏതൊക്കെയൊക്കെയോ ഭാഗത്താണ് കേട്ടോ ഈ ഒരു പൂരം ആഘോഷിക്കണത്. അപ്പോൾ ഞാനും നാട്ടിലെത്തിയപ്പോഴാണ് പൂരാണെന്ന് അറിയണത്. അപ്പോൾ അതുകൊണ്ട് ആമിക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി കേട്ടോ. ആമീൻ്റെ മുടി ഞാൻ ചെറുതായിട്ടൊന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നെ അറിയുന്നവരൊക്കെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത് എന്ന് എനിക്കറിയാം. ആകെ 10-30 പേരെ കാണുള്ളൂ. ആ 10-30 പേര് മിക്കവാറും എൻ്റെ ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ മുടി വെട്ടിയതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അവൾ പറഞ്ഞിട്ട് തന്നെയാണ്. ചൂടെടുക്കുന്നു മാത്രമല്ല കുറച്ച് പെയിൻ ശല്യമൊക്കെ കുറച്ച് അധികമായിട്ടുണ്ട്. പിന്നെ വെക്കേഷൻ അല്ലേ, ആ വെക്കേഷൻ ആകുമ്പോൾ സ്കൂൾ ഓപ്പൺ ആകുമ്പോഴത്തേക്കൊക്കെ വരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചൊക്കെയാണ് വെട്ടിയത് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പണ്ട് കുറച്ച് നാൾ മുന്നേ വരെ വീട്ടിലേക്ക് വരാൻ ഭയങ്കര വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മളാണ് രാജാവ്. നമ്മളെ മുന്നിൽ തിന്നേണ്ടതൊക്കെ കൈമുന്നിൽ കൊണ്ടുത്തരും. അങ്ങനെയുള്ളൊരു അവസ്ഥയാണല്ലോ. നമ്മളെപ്പോഴെങ്കിലും വന്ന് കയറുന്ന ആൾക്കാരല്ലേ. പക്ഷേ ഇപ്രാവശ്യം അമ്മ വീണപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഇത് എത്ര വലുതാണെന്നുള്ള കാര്യം മനസ്സിലായത് കേട്ടോ. ഞാൻ പണിയെടുക്കുന്നത് കൊണ്ട് പറഞ്ഞതല്ല, അമ്മയില്ലാണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മക്കൊന്നും വയ്യാണ്ടാകുമ്പോഴാണ് ഒരു വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു ബോധം നമുക്ക് വരിക. അങ്ങനെ അത്യാവശ്യം കുക്കിംഗ് ഞാനും പിന്നെ മാമൻ്റെ വീട്ടിലാണ് അമ്മയുള്ളത്. അവിടെ നിന്നൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ദിവസങ്ങൾ കഴിച്ച് കൂട്ടിയത്. ഇത് നമ്മൾ വീട്ടിനടുത്തുള്ള പിള്ളറായിട്ട് നമ്മുടെ പൂരത്തിൻ്റെ പൂ പറിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആമിക്ക് ഈ ഭാഗത്ത് പോകാൻ, അതായത് എൻ്റെ വീട്ടിലോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കളിക്കാൻ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് കേട്ടോ. നല്ല രസമാണ്. എല്ലാവരും ഒരുപോലെ എവിടെ ഇങ്ങനെ പോവുകയാണെങ്കിലും ഇങ്ങനെ ഒരുപോലെ പോകാനും എല്ലാത്തിനും ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ്. എല്ലാവരും നല്ല കുട്ടികളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൂവെല്ലാം പറിച്ചുകൊണ്ട് നിൽക്കലാണ്. സത്യം പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ആ ഒരു സ്ഥലം നമുക്ക് ഭയങ്കര ഉയരത്തിലായതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നോക്കിയിട്ട് കുറച്ച് പൂവൊക്കെ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. Tattoo. Natural tattoo. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ 2 പൂരക്കുട്ടികൾ കേട്ടോ. ഒന്ന് എൻ്റെ മോളാണ്, ഒന്ന് ഏച്ചീൻ്റെ മോളാണ് കേട്ടോ. പക്ഷേ ആ പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെയൊന്നല്ല കേട്ടോ പൂവിടലുണ്ടായാൽ. അതായത് നമ്മളെ വീട്ടിനടുത്തുള്ള എല്ലാ കുട്ടികളും എല്ലാവരും കൂടിയിട്ടാണ് ഓരോ വീട്ടിലും ചെന്നിട്ട് ഇങ്ങനെ പൂവിടുക കേട്ടോ. അത് ഒരാൾ കിണ്ടി, ഒരാൾ വിളക്ക്, ഒരാൾ നമ്മുടെ ഭസ്മം, അല്ലെങ്കിൽ നമ്മുടെ പറയുക, നമ്മൾ വെണ്ണീരാണ് എടുക്കാറ്. പിന്നെ പൂവ്, ഈ സാധനങ്ങളിൽ ഓരോരുത്തർ കയ്യിൽ പിടിച്ച് 3 പേരും ഇങ്ങനെ 3 പേരല്ല 3 പ്രാവശ്യം ഇങ്ങനെ വലം ചുറ്റി അങ്ങനെയൊക്കെയാണ് പൂവൊക്കെ ഇടാറ് കേട്ടോ. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ചടങ്ങ് തീർക്കുന്ന രീതിയിൽ പോലെയായി. ആർക്കും സമയവും ഇല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയോ ഇല്ല എങ്ങനെയാണ് ശരിക്കും പൂവിടേണ്ടത് എന്നൊന്നും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിലെ ദിവസങ്ങൾ കടന്നു പോയത്. ഞാൻ പോകുന്നതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു പൂരത്തിൻ്റെ ലാസ്റ്റ് ദിവസം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കാമന് അപ്പം കൊടുക്കണം, കാമന് കഞ്ഞി കൊടുക്കണം. അത് ഉപ്പില്ലാത്ത തരക്കലരിയുടെ കഞ്ഞിയാണ് കേട്ടോ കാമന് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ വെറുതെ നമ്മളങ്ങനെ വെച്ച് കൊടുക്കുകയല്ല ചെയ്യുക. അതായത് രാവിലെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പം ഇതുപോലെ പ്ലാവിൻ്റെ ഇല കൂടി അതിലേക്ക് നമ്മുടെ തരക്കലരിയുടെ കഞ്ഞി വെച്ച്
അതിലേക്ക് ഓരോ തിരി കത്തിച്ച് വെച്ച് അങ്ങനെയൊക്കെയാണ് കഞ്ഞി കൊടുക്കുക കേട്ടോ. അപ്പോൾ കഞ്ഞി കൊടുക്കുമ്പോൾ ആ തിരി കെട്ട് കഴിഞ്ഞാൽ കാമൻ കഞ്ഞി കുടിച്ച് കഴിഞ്ഞു എന്നാണ് അർത്ഥം എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെയെങ്കിലും ഇപ്പോൾ നാട്ടിലൊക്കെ ആഘോഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ മടി പിടിച്ച് ഇനി പൂവിടാനൊന്നും കൈയെല്ലാന്നും പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയാൻ വരെ വഴിയുണ്ടാവില്ല. ചില സ്ഥലങ്ങളിൽ ഇത് എന്താണെന്ന് അറിയില്ല, ഇപ്പോഴും അറിയില്ല, അത് നാട്ടിലൊന്നും ഇല്ല. അങ്ങനെ ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു നമ്മുടെ വീട്ടിനടുത്തൊരു തെയ്യം ഉണ്ടായിരുന്നു. അപ്പോൾ തെയ്യത്തിനും കൂടി ഒന്ന് പോയി അന്ന് രാത്രിക്ക് ട്രെയിൻ കയറി ഞാൻ തിരിച്ചു വരികയാണ് ചെയ്തത് കേട്ടോ. ഇനി അടുത്ത ദിവസം വീണ്ടും സ്കൂളൊക്കെ പൂട്ടി എന്നിട്ട് വേണം